ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഡിസംബർ 31 രാത്രി കഴിയുന്നതോടുകൂടെ കുർബാന കഴിഞ്ഞ് 1 രാവിലെ പുലർച്ചെ ചൊല്ലേണ്ട ആണ്ട് ആരംഭ പ്രാർത്ഥനയാണ് ഇത്. പരിശുദ്ധാത്മാവിനോടുള്ള ജപം. സൃഷ്ടാവായ പരിശുദ്ധാത്മാവെ, എഴുന്നള്ളി വരിക. അങ്ങേ ദാസരുടെ ബോധങ്ങളെ സന്ദർശിക്കുക. അങ്ങന്ന് സൃഷ്ടിച്ച ഹൃദയങ്ങളെ അങ്ങേ ഉന്നതമായ പ്രസാദവരത്താൽ പൂരിപ്പിക്കുക. അങ്ങന്ന് ആശ്വാസപ്രദനും ഉന്നതനായ ദൈവത്തിൻ്റെ ദാനവും ജീവനുള്ള ഉറവയും അഗ്നിയും സ്നേഹവും ആത്മീയ അഭിഷേകവുമാകുന്നു. അങ്ങന്ന് 7 ദാനങ്ങളോട് കൂടിയവനും പിതാവിൻ്റെ വലതുകൈയുടെ വിരലുമാകുന്നു. അങ്ങന്ന് പിതാവിൻ്റെ ശരിയായ വാഗ്ദാനവും നാവിന് പ്രസംഗവരം നൽകുന്നവനുമാകുന്നു. ഇന്ദ്രിയങ്ങൾക്ക് ജ്ഞാനപ്രകാശം കൊടുത്ത് ഹൃദയങ്ങളിൽ സ്നേഹം ചിന്തി ഞങ്ങളുടെ ശരീരബലഹീനതയെ നിത്യശക്തിയാൽ ബലപ്പെടുത്തണമേ. ശത്രുവിനെ ദൂരെയകറ്റി സമാധാനം നൽകി ഞങ്ങൾക്ക് വഴികാട്ടിയായിരുന്ന് സകല തിന്മയിൽ നിന്നും ഞങ്ങൾ ഒഴിവാകാൻ കൃപ ചെയ്യണമേ. അങ്ങ് വഴിയായി പിതാവിനെയും പുത്രനെയും ഇവരിരുവരുടെയും അരൂപിയായ അങ്ങയെയും അറിഞ്ഞ് എല്ലായ്പ്പോഴും വിശ്വസിക്കുന്നതിന് കൃപ ചെയ്യണമേ. പിതാവായ ദൈവത്തിനും അവിടുത്തെ ഏകസുതനും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലായ്പ്പോഴും സ്തുതിയുണ്ടായിരിക്കട്ടെ. സർവേശ്വര, അങ്ങേ അരൂപിയെ അയക്കുക, അപ്പോൾ സകലതും സൃഷ്ടിക്കപ്പെടും. അപ്പോൾ ഭൂമുഖം അങ്ങന്ന് പുതുതാക്കുക. പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ വെളിവാൽ വിശ്വാസികളുടെ ഹൃദയങ്ങളെ പഠിപ്പിച്ച സർവേശ്വര, ഈ അരൂപിയുടെ സഹായത്താൽ നന്മയുള്ളതിനെ ഞങ്ങൾ ഗ്രഹിപ്പാനും അങ്ങേ ആശ്വാസത്താൽ എപ്പോഴും ആനന്ദിപ്പാനും ഞങ്ങൾക്ക് കൃപ ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ യോഗ്യതകളെക്കുറിച്ച് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഈശോ. തിരുസഭയിൽ ഏതെങ്കിലും ഔദ്യോഗിക പ്രാർത്ഥനകൾക്കും കർമ്മങ്ങൾക്കും മുമ്പ് പരിശുദ്ധാരൂപിയുടെ സഹായം അപേക്ഷിക്കുന്നത് സാധാരണയാണ്. നാമും നമ്മുടെ ആത്മീയമോ ശാരീരികമോ ലൗകികമോ ആയ ഏതെങ്കിലും കാര്യങ്ങൾ ആരംഭിക്കുമ്പോൾ പരിശുദ്ധാരൂപിയുടെ പ്രാർത്ഥന ചൊല്ലി അങ്ങേ വെളിവ് അപേക്ഷിക്കുന്നത് നല്ലതാണ്. ആണ്ടാരംഭം തിരുസഭയിൽ ഒരു പ്രധാന ദിവസമാണ്. ഡിസംബർ 31 പാതിരാവ് കഴിഞ്ഞ് ജനുവരി 1 ആരംഭിക്കുന്ന രാത്രിയോ വെളുപ്പിനോ ഈ ജപം ചൊല്ലുന്നത് നല്ലതാണ്. പ്രിയ കൂട്ടുകാരെ, 2026 ആരംഭിക്കുമ്പോൾ നമുക്ക് ഈ പ്രാർത്ഥന ചൊല്ലി തുടങ്ങാം. എല്ലാവരും പാതിരാ കുർബാനയ്ക്ക് പോകുന്നവരാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ ആണ്ടാരംഭ പ്രാർത്ഥന ചൊല്ലി ഈ വർഷം മുഴുവൻ പരിശുദ്ധാരൂപിക്ക് സമർപ്പിക്കുന്നത് നല്ലതാണ്. ഒരു നല്ല വർഷം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ. 2026 തുടങ്ങുമ്പോൾ നമുക്കൊരു തീരുമാനമെടുക്കാം. ഒരൊറ്റ ദിവസം പോലും മുടങ്ങാതെ പരിശുദ്ധാത്മാവിനെ വിളിക്കാം. ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കാം. കാരണം പരിശുദ്ധാരൂപി നമ്മളിൽ വന്ന് നിറഞ്ഞില്ലെങ്കിൽ, ആത്മാവില്ലെങ്കിൽ നമ്മൾ എന്ത് കാട്ടിക്കൂട്ടായങ്ങൾ കാണിച്ചാലും അതിനൊന്നും ഫലമില്ലാതാകും. പരിശുദ്ധാത്മാവാണ് ജ്ഞാനം, ബുദ്ധി, അറിവ്, വിവേകം, ആത്മസംയമനം, സൗമ്യത, ദയ, അങ്ങനെ വരദാന ഫലങ്ങളെ കൊണ്ട് നമ്മെ നിറയ്ക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ രീതി അനുസരിച്ച് പരിശുദ്ധാത്മാവിനെ വിളിക്കാം. എൻ്റെ ദൈവമേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും എന്നെ സ്നാനം ചെയ്യണമേ എന്നുള്ള ഒരു പ്രാർത്ഥന മിറാക്കിൾ പ്രെയറാണ് കേട്ടോ. എൻ്റെ ദൈവമേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും എന്നെ സ്നാനം ചെയ്യണമേ. ഇതിൽ പരിശുദ്ധ തൃത്വം തന്നെ വരുന്നുണ്ട്. എൻ്റെ ദൈവമേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും എന്നെ സ്നാനം ചെയ്യണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കൊച്ചുകുട്ടികൾ പരിശുദ്ധാത്മാവിനെ വിളിച്ചാൽ പരിശുദ്ധാരൂപി വേഗം വരും. നിഷ്കളങ്ക ഹൃദയങ്ങളല്ലേ. ഇവിടെ ഇപ്പോൾ ഒരു കൊച്ചുകുട്ടി പരിശുദ്ധാത്മാവിനെ വിളിക്കുന്നുണ്ട്. ഇങ്ങനെ വിളിച്ചാൽ പരിശുദ്ധാത്മാവ് വരുമോ? നമുക്ക് നോക്കാം. Come
ആചവിച്ചെന്ന മകഞ്ഞവും വിവിധാരമേ ചുതാമാവെ നീയൊന്നല്ല വൈനമേ എൻ്റെ വദനത്തിൽ വിവിധാരങ്ങൾ ചിന്തിയെന്നല്ല ദൈവത്തെ കമ്മിയറ്റനെ ചരകവായി ഇലിതൊന്നു ഭൂമിയെ നഗരിക്ക് ബകാറ്റമേ അന്ധകാരം ഇപ്പം മാറ്റിതു ചന്തമേയുന്ന ദൈവമേ കച്ചാഴ്ചകളായ പുൽകിയ മുന്നേ ജീവിതം പാദമേ